ഹലോ ഫ്രണ്ട്സ്, ദിനം പ്രതി റെക്കോർഡ് നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻ്റ് ഹബ്ബാണ് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC ഐറന ഇപ്പോൾ മൂറിങ്ങിലുണ്ട്. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്ന വ്യൂ കപ്പലിനെ പൂർണ്ണമായിട്ടും പോർട്ട് ഉൾപ്പെടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ വ്യൂ കിട്ടുന്ന ഒരേ ഒരു പ്ലേസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ, കോവളം ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ MSC ഐറന മൂറിങ്ങിൽ നിൽക്കുന്ന വളരെ മനോഹരമായ ദൃശ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ചെറിയൊരു മൂടൽ മഞ്ഞ് പോലെ ഉള്ളത് കൊണ്ടാണ് കുറച്ചുകൂടി ക്ലാരിറ്റിയുടെ കുറവുള്ളത്. എന്നാലും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. MSC ഐറന എന്ന് പറയുന്ന ബാഡ്ജിങ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഏകദേശം 2900-3000 കണ്ടെയ്നറുകളാണ് നമ്മുടെ പോർട്ടിൽ അൺലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോഡിങ്ങും ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രിയോടെ ഈ കപ്പൽ വെനസ്വേല പോർട്ടിലേക്ക് പോകും എന്ന് തന്നെയാണ് അറിയുന്നത്. ഏകദേശം 8 മണിയാണ് അറിയാനായി സാധിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും. ഇന്ന് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഈ കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ, നമ്മുടെ ഈ പോർട്ടിൽ നിന്ന് പോകും. വളരെ വ്യക്തമായിട്ട് കപ്പൽ കാണാൻ സാധിക്കും. ധാരാളം കണ്ടെയ്നറുകൾ, ഏകദേശം 16,000 ക്യൂബിക് കണ്ടെയ്നറാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ കപ്പലിലുള്ളത്. നമ്മുടെ നിലവിലെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 16.2 തന്നെയാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും 16.2 തന്നെയാണ് നമുക്ക് ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഇതിൻ്റെ നമ്മുടെ ഈ ലോഡ് കൂടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ഡ്രാഫ്റ്റ് വ്യത്യാസം വരും. അങ്ങനെ ഇപ്പോൾ വ്യത്യാസം വന്നിട്ടില്ല, കാരണം ലോഡിങ്ങും അൺലോഡുമാണ് നടക്കുന്നത്. ആ ഒരു വേരിയേഷനാണ് ഡ്രാഫ്റ്റിൽ തീർച്ചയായിട്ടും കാണുക. ഇപ്പോൾ നമുക്ക് IMN നമ്പർ വരെ കാണാൻ സാധിക്കും. 99299429 എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മൂറിംഗ് റോപ്പുകൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കപ്പലിൻ്റെ 3 സൈഡിൽ നിന്നാണ്, ഏറ്റവും ബാക്ക്, ഫ്രണ്ട്, സൈഡ് വശം, ഇങ്ങനെ അത് പോർട്ട് സൈഡ്, ബാക്ക്, ഫ്രണ്ട്, ഇങ്ങനെയാണ് മൂറിംഗ് റോപ്പുകൾ ടൈ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കപ്പലിൻ്റെ ഫണൽ നിന്നും പുക ഉയർന്നു പൊങ്ങുന്നതും കാണാൻ സാധിക്കും. കാരണം ഇപ്പോൾ നമുക്ക് ധാരാളം മിഷണറീസാണ്, നമുക്കറിയാം ടെക്നിക്കലായിട്ട് തന്നെ ധാരാളം മിഷണറീസാണ് ഒരേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കപ്പൽ പൂർണ്ണമായിട്ടും ഓഫ് എന്ന പൊസിഷനിലല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ കപ്പലല്ല, നമ്മുടെ പോർട്ടിൽ വന്ന പല കപ്പലുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ധാരാളം കണ്ടെയ്നർ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വളരെ ചെറിയൊരു ഫീഡർ വെസൽ നമുക്ക് ഈ പറയുന്ന അൾട്രാ ലാർജ് വെസലിൻ്റെ മുന്നിൽ നിൽക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാം. ഫീഡർ ഷിപ്പിൻ്റെ പേരൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ആ ഫീഡർ ഷിപ്പിൻ്റെ. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒരു മദർഷിപ്പും ഫീഡർ വെസൽ എന്ന് പറയുന്ന പോലെ ഒരു അൾട്രാ ലാർജ് വെസലും, അതെ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലും വളരെ ചെറിയൊരു ഫീഡർ വെസലുമാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഇതുപോലുള്ള ധാരാളം ഫീഡർ വെസലിലെ കണ്ടെയ്നറുകൾ നമ്മുടെ പോർട്ടിൽ വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള അൾട്രാ ലാർജ് വെസലുകൾ ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന, നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിലൂടെ കണക്ട് ചെയ്യുന്ന കപ്പലിലൂടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും സെയിലിങ്ങിനായി പോകുന്നത്. ഈ പ്രക്രിയ നേരത്തെ നടന്നുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു സിംഗപ്പൂർ പോർട്ടിലും കൊളംബോ പോർട്ടിലും ദുബായിലെ പോർട്ടിലുമൊക്കെ ആയിരുന്നെങ്കിൽ അതേപോലെ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഫീഡർ വെസൽ നമുക്കറിയാം, ഇതുപോലുള്ള ധാരാളം ഫീഡർ വെസലുകൾ ഇന്ത്യക്ക് വേണ്ടി പല രാജ്യത്തേക്കും പോയിട്ടുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കൺസ്യൂമർ കൺട്രിയാണ്. ധാരാളം സാധനങ്ങളാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അതിനാൽ നമുക്ക് ധാരാളം ഫീഡർ വെസൽ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക്, എനിക്ക് തോന്നുന്നു 100 കോടിക്ക് മുകളിൽ നല്ലൊരു എമൗണ്ടാണ് നമുക്ക് ഡോളറായിട്ട്, ഇൻ്റർനാഷണൽ കറൻസി ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കാരണം ഈ അബ്രോഡിൽ നിന്ന് പുറത്തുള്ള രാജ്യങ്ങളിലെ, ഈ സിംഗപ്പൂർ ആയാലും കൊളംബോ ആയാലും ദുബായിലായാലും, ആ രാജ്യത്തിൽ നമുക്ക് കണ്ടെയ്നർ നമ്മുടെ രാജ്യത്തിൽ എത്തിക്കാൻ വേണ്ടി വലിയൊരു തുകയാണ് നമ്മുടെ രാജ്യത്തിന് ചിലവായി വരുന്നത്. അത് നമ്മുടെ ഈ പോർട്ടിലൂടെ തീർച്ചയായിട്ടും ലാഭിക്കാനായി സാധിച്ചിട്ടുണ്ട്. കാരണം ലാഭം മാത്രമല്ല നമുക്കുള്ളത്, ആ ഒരു എമൗണ്ട് നമുക്ക് മാറ്റി വയ്ക്കാനും സാധിക്കും. അതിലൂടെ നമുക്ക് ഡോളറും ഇന്ത്യൻ കറൻസിയുടെ കൺവേർഷൻ നമുക്ക് ഇക്വലൈസ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതോടൊപ്പം നമ്മുടെ പോർട്ടിലേക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഈ രാജ്യത്ത് ഇപ്പോൾ നിലവിൽ നമ്മൾ എവിടെയൊക്കെയാണോ ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെയ്നർ
നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. ആ രാജ്യത്തു നിന്നും ഇപ്പോഴും ഫീഡർ വെസലുകൾ കൊളംബോയിൽ നിന്ന് വരുന്നുണ്ട്, സിംഗപ്പൂരിൽ നിന്ന് വരുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ മൊത്തം ഫീഡർ വെസൽ വരുന്നുണ്ട്, ജിബൂട്ടിൽ നിന്നൊക്കെ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതോടൊപ്പം നിലവിലെ നമ്മുടെ വരുമാനത്തിൽ വർധന ഉണ്ടാവുകയും ചെയ്യും. ഈ 2-3 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ പോർട്ടിൻ്റെ പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാ MSCയുടെ കണ്ടെയ്നറുകളുമായിട്ട് ട്രെയിലർ ട്രക്കുകൾ ഇപ്പോൾ നമ്മുടെ 2 ടെർമിനലാണുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2. ടെർമിനൽ 2ലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പോർഷൻ, അതായത് ഈ ലോറി വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ബ്രേക്ക് വാട്ടറാണ്. ബ്രേക്ക് വാട്ടർ 2960 മീറ്ററാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫേസിൽ. ഈ ലോറികൾ ഇപ്പോൾ പോകുന്നത് സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുമായിട്ടാണ്. കാരണം ഇപ്പോൾ നമ്മളെ ട്രയൽ റൺ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ ട്രയൽ റൺ ഈ പറയുന്ന ബാർജ് വഴി നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സെക്കൻഡ് ഫേസിലെ ട്രയൽ റണ്ണാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ചെയ്തിരുന്നു. ആ ട്രയൽ റൺ നടക്കുന്ന ബാർജുകളെല്ലാം നമ്മുടെ പോർട്ടിനകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ലോറിയിലായിട്ട് നമ്മളീ കാണുന്ന പോലെ ഹെവി സ്റ്റോണുകൾ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനിലേക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആ കോൺക്രീറ്റ് പോർഷൻ കഴിഞ്ഞ് എൻഡ് പോർഷനിൽ ഒരു എക്സ്കവേറ്ററും 2-3 ലോറികളുമുണ്ട്. ദിനം പ്രതി ധാരാളം സ്റ്റോണുമായിട്ടാണ് ഇപ്പോൾ എൻഡ് പോർഷനിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ ലെവൽ ചെയ്യാൻ വേണ്ടിയായിരിക്കും. നല്ല നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ, അതാ ഈ പോർഷനിലേക്ക് ഫുള്ളായിട്ട് നിറയ്ക്കുന്നതാണ് 2960 മീറ്ററിൻ്റെ എൻഡ് പോർഷൻ. ഇത് നമ്മുടെ ലൈറ്റ് യൂസ് എന്നുള്ള വിഷ്വലായതുകൊണ്ട് അധികം ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ പോർട്ടിൽ അപ്ഡേഷൻ എടുക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു ക്ലാരിറ്റി വിഷ്വൽ നമുക്ക് പല വ്യൂ നിന്നാണ്, ആംഗിളിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് പോർട്ടിൻ്റെ അപ്ഡേഷൻ നൽകുന്നത് നമ്മുടെ പോർട്ടിൻ്റെ. അതിനാൽ തീർച്ചയായിട്ടും ആ വിഷ്വൽ നമുക്ക് ചിത്രീകരിക്കാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ലോറികളിലെ സ്റ്റോൺ കൊണ്ടുവന്ന് അവിടെ ഡംപ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജോ ഇഞ്ചിൻലെസ് ബാർജോ ഇതുവരെയായിട്ട് ഉപയോഗിച്ചില്ല. കാരണം കടൽ റഫാണ്. അതുകൊണ്ടാവാൻ ചിലപ്പോൾ അത് കടൽ റഫ്നെസ് കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് തുടങ്ങുക. എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. കാരണം നമ്മളിപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മാത്രമാണ് നമ്മൾ പറയുന്നത്. അത് തന്നെയാണോ കാരണം എന്നറിയില്ല. എന്നാലും ഉടൻ തന്നെ സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ തുടങ്ങിയതുപോലെ തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ സ്റ്റോണുകൾ തീർച്ചയായിട്ടും ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ബ്രേക്ക് വാട്ടറാണ് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്ക് എന്ന് പറയുന്നത്. കാരണം പോർട്ടുകളിൽ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് ഏറ്റവും വലുതെന്ന് പറയാൻ കാരണം ഏകദേശം 20 മീറ്ററോളം ആഴത്തിലാണ് നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ പൂർണ്ണമായിട്ടും ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള വിഷ്വൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് ബ്രേക്ക് വാട്ടർ ഉള്ളത്. നമ്മുടെ കപ്പലിൻ്റെ ക്യാപ്റ്റനും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ടേൺ അറൗണ്ടിങ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കപ്പലിന് ചെയ്യാൻ സാധിക്കും എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ വ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വ്യൂവിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കപ്പലിനെ കാണാൻ സാധിക്കും. കാരണം കുറച്ച് അടുത്ത് നിന്നാണ് നമ്മൾ കപ്പലിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വിഴിഞ്ഞം ജുമാ മസ്ജിദിൻ്റെ അവിടെ ഒരു ബൊളാറ്റ് പൂൾ ടെസ്റ്റ് നടത്തുന്ന സ്ഥലം നമുക്കെല്ലാവർക്കും അറിയാം. ഈ വീഡിയോ കാണുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ വന്ന് ധാരാളം പേർ കപ്പൽ കാണുന്നുണ്ട്. ആ ഭാഗത്തു നിന്നുള്ള കപ്പലിൻ്റെ വീഡിയോ ഷൂട്ടിങ്ങാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കപ്പൽ കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളമൊന്നും നമുക്ക് അല്ലെങ്കിൽ കടൽ ജലം കാണാൻ സാധിക്കില്ല. കാരണം ബ്രേക്ക് വാട്ടർ ഉള്ളത് കാരണം ആ ഹൈറ്റ് ബ്രേക്ക് വാട്ടറിൻ്റെ ഹൈറ്റ് ഉള്ളത് കാരണം നമുക്കത് കാണാൻ സാധിക്കില്ല. എന്നാലും നമുക്ക് കപ്പലിനെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. MSC അയർണ എന്നുള്ള ബാഡ്ജിങ് എല്ലാം വളരെ വ്യക്തമാണ്. MSC എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ചെറിയൊരു ഫീഡർ വെസൽ തൊട്ട് മുന്നിലായിട്ട് നിൽക്കുന്നത് ഫീഡർ വെസലിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. 2 കപ്പലുകളാണ് നമ്മുടെ ബെർത്തിലുള്ളത്. ഏകദേശം 399 മീറ്റർ നീളമുള്ള ഷിപ്പും ഏകദേശം എനിക്ക് തോന്നുന്നു 200 മീറ്ററിൻ്റെ അടുത്ത് നീളമുള്ള കപ്പലാണ്. അങ്ങനെ 2 കപ്പലുകൾ നിലവിൽ മൂറിംഗ് ഉണ്ട്. നമുക്കിവിടെ കാണാനായി കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇതുപോലുള്ള ധാരാളം ഫീഡർ വെസലാണ് ഇപ്പോൾ നമ്മുടെ ഔട്ടർ ആങ്കറേജിലുള്ളത്. ഇന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MSC അയർണ ഇന്ന് വെനസ്വല പോർട്ടിലേക്ക്, ഇന്ന് രാത്രിയോടെ വെനസ്വല പോർട്ടിലേക്ക് പോകും. അവസാനമായിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. അവസാനം എന്ന് പറഞ്ഞാൽ ഇനിയും ധാരാളമായി MSC അയർണ നമ്മുടെ പോർട്ടിലേക്ക് വരും. ആദ്യമായി വന്നപ്പോൾ ഉള്ള വാട്ടർ സല്യൂട്ടും സ്വീകരണമെല്ലാം കണ്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ ഡീറ്റെയിൽ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ STS ക്രെയിനിൻ്റെ ബൂമിന് പാരലായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബ്രിഡ്ജ് പോർഷൻ്റെ ഏറ്റവും ടോപ്പ് മങ്കി ഐലൻഡ് എന്നൊക്കെ പറയുന്ന STS ക്രെയിനിൻ്റെ ഏറ്റവും അടുത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിനി പോർട്ടിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ വിഷ്വൽ തന്നെയാണ്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ധാരാളം കണ്ടെയ്നറുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ട്രെയിലർ ലോറികൾ ധാരാളമായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കണ്ടെയ്നർ കയറ്റാനും ഇറക്കാനുമൊക്കെ. അതും നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാൻ ഏകദേശം 5ഓളം ക്രെയിനുകൾ STS ക്രെയിനുകളാണ് നമ്മുടെ MSC അയർണയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുക. ഏകദേശം 1 മണിക്കൂറിൽ
20 മുതൽ 25-30 ആണ് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കുന്നത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല, അത് ഓരോ സമയത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്നാണ് അറിയാൻ. എന്നാൽ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനാണ് നമ്മുടെ STS ക്രെയിനുകളായാലും യാർഡ് ക്രെയിനുകളായാലും. അതിനാൽ നമുക്ക് കാലാവസ്ഥ വലിയ പ്രശ്നം വന്നാലും നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഓപ്പറേറ്റർ റൂമിലിരുന്നിട്ടാണ് ഈ ക്രെയിനുകളെല്ലാം ഓപ്പറേറ്റ് ഫുള്ളി സെൻസറും ക്യാമറയും ഉപയോഗിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ക്രെയിനുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ജുമാ മസ്ജിദ് സൈഡിൽ നിന്നുള്ള വിഷ്വൽ. വളരെ മനോഹരമായ വിഷ്വൽ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നമ്മുടെ പോർട്ടിൽ ബോർഡിങ് നിൽക്കുന്ന വിഷ്വൽ. ഇനി നമുക്ക് അടുത്തൊരു വിഷ്വലിലേക്ക് പോകാം. 4-5 വിഷ്വലിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ വിഷ്വൽ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. ധാരാളം വള്ളങ്ങൾ നമ്മുടെ ഈ പറയുന്ന ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഈ പറയുന്ന ഹാർബറിൻ്റെയും പോർട്ടിൻ്റെയും ഇടയ്ക്കുള്ള 350 മീറ്റർ നീളമുള്ള പ്ലേസാണ് ഈ പ്ലേസ്. ഇപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് നമ്മുടെ പോർട്ടിനെ കുറച്ചുകൂടി വ്യക്തമായിട്ടും ക്ലാരിറ്റിയോടെ കാണാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി അടുത്ത് നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അപ്ഡേഷൻ പലപ്പോഴായിട്ട് ഷൂട്ട് ചെയ്യുന്ന 4-5 പ്ലേസിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ പ്ലേസും എവിടെ നിന്നാണ് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇത് തന്നെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അറിയാനായി സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് MSC ആയറിന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ MSC ആയറിന് തന്നെയാണ് ധാരാളം ചെക്ക് പോർട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം എന്ന് വെച്ചാൽ 4 ചെക്ക് പോർട്ടാണ്. നമ്മളെപ്പോഴും പറയുന്നത് ഡോൾഫിൻ 26, 27, 28, 29 4 ചെക്ക് പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന കപ്പലിൻ്റെ ഫണൽ നിന്നും പുക ഉയർന്നു പൊങ്ങുന്നതും വളരെ ദൂരം നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം കണ്ടെയ്നറുകളാണ് നമ്മുടെ യാർഡ് പോർഷനിൽ അടുക്കി വെച്ചിരിക്കുന്നത്, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. അത് കാണാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മുടെ ഈ പറയുന്ന കപ്പലിൻ്റെ ലെന്ത് ഏകദേശം എത്രത്തോളമാണെന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇതാ നമുക്ക് വളരെ ദൂരെയായിട്ട് നമുക്ക് ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറിൻ്റെ ഓരോ പോർഷൻ മൂവ്മെൻറ്റ് ചെയ്യുന്നതും വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നതാണ്. MSC എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഉൾപ്പെടെയുള്ള കണ്ടെയ്നറാണ്. അതായത് 100% ഇതിലുള്ള കണ്ടെയ്നറിൻ്റെ ഏകദേശം 90%-ഓളം MSC എന്ന് പറയുന്ന ബാഡ്ജിങ് പതിപ്പിച്ച കണ്ടെയ്നറാണെന്ന് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ഗോൾഡൻ ഒരു യെല്ലോ കളറുള്ള കണ്ടെയ്നറാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. അതായത് ഇന്ത്യയിലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിലെ വേറെ വലിയ കണ്ടെയ്നർ നമുക്ക് മെസ്സേജ് വന്നതിൽ പലരും ചോദിക്കുന്നുണ്ട്, കണ്ടെയ്നർ കപ്പൽ എന്ന് പറയുമ്പോൾ ഇതിലും വലിയ കണ്ടെയ്നർ കപ്പൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കണ്ടെയ്നർ കപ്പൽ 2-3 രീതിയിലാണ് പറയുന്നത്. നമ്മളെ വലിപ്പത്തിൻ്റെ ബേസിൽ മാത്രമല്ല, എത്രത്തോളം കണ്ടെയ്നർ കെയറി ചെയ്യാൻ സാധിക്കും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ 6 കണ്ടെയ്നർ കപ്പലാണ് നിലവിൽ ഏറ്റവും വലുതായിട്ടുള്ളത്. അതിൽ ആദ്യം ഇറങ്ങിയ കപ്പലാണ് MSC ആയർന. അതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ MSC ആയർന എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫണലിൽ നിന്നും പുക ഉയർന്നു പോകുന്നു നേരത്തെ പറഞ്ഞു. ഈ ഫണലിലേക്ക് പ്രവേശിക്കുന്നതിന് ലാഡർ സിസ്റ്റം ഉണ്ട്. 2 സൈഡിലും കാണാൻ സാധിക്കും. ഞാൻ ഒന്ന് സൂം ചെയ്യാം, കണ്ടോ? ഈ ലാഡർ സിസ്റ്റം വഴി ഫണൽ സർവീസിനോ അല്ലെങ്കിൽ എമർജൻസിക്കാണ് നമുക്ക് ഇവിടെ കയറാനായി സാധിക്കും. ഇതാ നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്താൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ ബ്രിഡ്ജ് പോർഷൻ പോലെ പ്രാധാന്യമുള്ള സ്ഥലം തന്നെയാണ് ഈ ഫണൽ എന്ന് പറയുന്നത്. കാരണം എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന എക്സോസ് പോർഷനാണ്. കപ്പലിൻ്റെ ഹൃദയം എന്ന് പറയുന്ന എഞ്ചിൻ നിന്ന് വരുന്ന എക്സോസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലുതും ചെറുതുമായിട്ടുള്ള ധാരാളം എക്സോസ്റ്റുകൾ കാണാൻ സാധിക്കും. കാരണം ധാരാളം ജനറേറ്ററുകൾ നമ്മുടെ എഞ്ചിൻ റൂമിനകത്തുണ്ട്. ഓരോന്നും ഓരോ ഡിപ്പെൻഡിങ് ഫാക്ടർ തന്നെയാണ്. ഓരോന്നും ഓരോ ആവശ്യത്തിനാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ജനറേറ്റർ പ്രവർത്തിക്കുമ്പോഴും അതിലെ ഈ പറയുന്ന എക്സോസ് വാൾവിലൂടെയാണ് ഈ പുക ഉയർന്നു പോകുന്നത്. അതാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ പറയുന്ന സാധാ ഒരു ഷിപ്പ് പോലെയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാൻ കാരണം തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട് തന്നെയാണ്. നമുക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന നമ്മുടെ പോർട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കപ്പൽ പൂർണ്ണമായിട്ട് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16,000 TEU കണ്ടെയ്നറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കപ്പലിൻ്റെ ക്രൂ മെമ്പേഴ്സ് പുറത്തേക്കുണ്ട്, കാണാൻ സാധിക്കും. കാരണം ക്രൂ മെമ്പേഴ്സ് ചിലപ്പോൾ നമ്മുടെ പോർട്ടൊക്കെ നോക്കി കാണുകയായിരിക്കും. നമുക്ക് കാണാം, കണ്ടോ? 2 ക്രൂവിനെയാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെന്നറിയില്ല. എന്നാലും നമുക്ക് 2 പേരെ കാണാനായി സാധിക്കും. ചിലപ്പോൾ ആദ്യം നമ്മുടെ പുതുതായി തുടങ്ങിയ പോർട്ടാണ്. അപ്പോൾ അവരും അതിശയിച്ച് നിൽക്കുകയുണ്ടായി. പുതുതായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ MSCയുടെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഈ ഒരു പോർട്ടിൽ മോറിങ്ങിലായി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്രൂ മെമ്പേഴ്സ് ഈ രാജ്യക്കാരാവണമെന്നില്ല. കാരണം ക്യാപ്റ്റൻ നമ്മളെ രാജ്യക്കാരാണ്. ക്യാപ്റ്റനുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പല സംശയങ്ങളും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ വിനയത്തോടെയാണ് അദ്ദേഹം നമ്മോട് മറുപടി പറഞ്ഞത്. കാരണം അദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ടാണ്. മലയാളി ക്യാപ്റ്റൻ വന്നപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാനും പറ്റിയത് നമുക്കൊരു ഭാഗ്യം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്ന്
ഒരു മലയാളി ക്യാപ്റ്റൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് മൂറിംഗ് റോപ്പ് കണ്ടോ, മൂറിംഗ് റോപ്പ് ബൊളാറ്റ്സിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. മൂറിംഗ് റോപ്പ് എവിടെ നിന്നൊക്കെയാണ് കണ്ടോ, ഇത് നമ്മുടെ മൂറിംഗ് റോപ്പ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇത് അവിടെ ഇങ്ങനെ ചുറ്റി വരും. അതിനുള്ള മെഷീൻ, ചെറിയൊരു റോളിംഗ് മെഷീൻ അതിനകത്തുണ്ട്. അപ്പോൾ ബൊളാറ്റ്സിൽ നിന്നും നമ്മുടെ വിഴിഞ്ഞത്തുള്ള ആൾക്കാർ തന്നെയാണുള്ളത്. ബൊളാറ്റ്സി റോപ്പ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മടക്കിയാക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു എക്സ്കവേറ്റർ നിന്നിട്ട് ഇവിടെ ധാരാളം സ്റ്റോണ് ലെവൽ ചെയ്യുന്നുണ്ട് കണ്ടോ. നമുക്ക് അത് വളരെ അതായത് തൊട്ടടുത്ത് തന്നെ ടെക് ബോട്ട് ഉള്ളത്, ധാരാളം സ്റ്റോണുമായിട്ട് ലോറികളും പോകുന്നത് കാണാൻ സാധിക്കും. ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിഴിഞ്ഞം നമ്മുടെ പോർട്ടിൻ്റെ അപ്ഡേഷൻ നൽകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം നമ്മുടെ പോർട്ടിൻ്റെ എല്ലാ വർക്കുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ ചാനലിലൂടെ അപ്ഡേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ധാരാളം ലോറികളെ കാണാൻ സാധിക്കും. അതിലൂടെയാണ് സ്റ്റോണ് വന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ. ഇതാണ് ഇവിടെ നടക്കുന്ന വർക്കുകൾ. ഇപ്പോൾ നമ്മുടെ ഈ കപ്പലിൻ്റെ ഡീറ്റെയിൽ എടുക്കാൻ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഒരു പോർഷൻ കണ്ടോ. ഇവിടെയൊക്കെ കുറച്ച് എനിക്ക് തോന്നുന്നു സ്റ്റോൺ ഇട്ട് ഫില്ല് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, നേരത്തെ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഹൈറ്റ് കൂട്ടുകയാണ്. കാരണം എത്രത്തോളമാണ് കുറച്ചുകൂടി ഏരിയ വേണമെങ്കിൽ അതിൻ്റെ ഹൈറ്റ് കൂട്ടി എടുക്കുകയായിരിക്കും ഇപ്പോൾ ചെയ്യുന്നത്. കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. തീർച്ചയായിട്ടും ചോദിച്ചിട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് അടുത്ത വീഡിയോയിൽ അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഇനി യാർഡ് പോർഷനൊക്കെ നമുക്ക് നോക്കാം. അതുമാത്രമല്ല സെക്കൻഡ് ഫേസിൻ്റെ എത്രത്തോളം സ്റ്റോണുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് സെക്കൻഡ് ഫേസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ധാരാളം സ്റ്റോണുകളാണ് അവിടെ ലോഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. കാരണം വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ സമയത്ത് സ്റ്റോണിന് പെൻഡിങ് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നല്ലൊരു സ്റ്റോണിൻ്റെ സ്റ്റോറേജ് നമ്മളവിടെ നോക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിന് വളരെ മനോഹരമായിട്ട് നമ്മുടെ പോർട്ടിൽ കണ്ടെയ്നർ അടുക്കി വെച്ച് കാണാൻ സാധിക്കും. ധാരാളം യാർഡ് ക്രെയിനുകളും ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. യാർഡ് ക്രെയിനുകളും STS ക്രെയിനുകളും ഫുള്ളി ഓട്ടോമാറ്റിക് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന പോലെ ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തായിട്ട് ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ തരംതിരിച്ച് കൂട്ടിയിട്ടിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതെല്ലാം നമ്മുടെ എഞ്ചിൻലെസ് ബാർജിലൂടെയും സ്പ്ലിറ്റ് ബാർജ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല, ഇത് നേരെ ലോറികളിൽ കൊണ്ടുപോകുമായിരിക്കും. ചിലപ്പോൾ ഇത് എഞ്ചിൻലെസ് ബാർജിലേക്ക് കൊണ്ടുപോകാനായിരിക്കും, കറക്റ്റായിട്ട് അറിയില്ല. ധാരാളം ലോറികളാണ് ഇപ്പോൾ വളരെ ദൂരെയായിട്ട് സ്റ്റോണുമായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഒന്നിന് പുറകിൽ ഒന്നായിട്ട് ധാരാളം ലോറികൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകളുടെ ഒരുക്കങ്ങൾ നടക്കുക തന്നെയാണ്. ധാരാളം സ്റ്റോണുകൾ നമ്മുടെ പോർട്ടിൽ വന്നിട്ടുമുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏകദേശം നമുക്ക് 1040 മീറ്ററാണ് ബ്രേക്ക് വാട്ടറിൻ്റെ ലെന്ത് കൂട്ടി 4000 മീറ്ററിലോട്ടാണ്. ഇപ്പോൾ നിലവിലുള്ള 2960 മീറ്ററാണ്. ഇനി 1040 മീറ്റർ കൂടി ആകുമ്പോൾ 4000 മീറ്റർ ആവും. അപ്പോൾ 1040 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇനിയും ഒരു 50 ലക്ഷം ടൺ നാച്ചുറൽ സ്റ്റോൺ ഇനി വേണ്ടി വരും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 20 മീറ്ററാണ് നമ്മുടെ ഈ ബ്രേക്ക് വാട്ടർ വർക്ക് നടക്കുന്ന സ്ഥലത്തല്ല. നമ്മുടെ പോർട്ടിൻ്റെ എല്ലാ സ്ഥലത്തും അത്രത്തോളം ആഴമുണ്ട്. അതിനാൽ നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ ധാരാളമായി വരും എന്നുള്ള കാര്യം സംശയമില്ല. അതിന് വേണ്ടിയുള്ള നാച്ചുറൽ സ്റ്റോൺ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് നമ്മളെ നാച്ചുറൽ സ്റ്റോണിൻ്റെ സ്റ്റോറേജാണ് നമ്മൾ കാണുന്നുണ്ടോ. ധാരാളം സ്റ്റോണുകളുണ്ട്. ഫുൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടാണ് ഈ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുക. പണ്ട് നമ്മൾ പറയുമ്പോൾ ഒരു മലയ്ക്ക് സമമായിട്ട് നാച്ചുറൽ സ്റ്റോൺ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്താണ് നമ്മുടെ റെയിൽവേ ലൈനായിട്ട് ലിങ്ക് ചെയ്യുന്ന പോർഷൻ എന്നാണ് നമുക്ക് അറിയാനായി സാധിച്ചത്. കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ പോർഷനിലായിട്ട് ധാരാളം സ്പേസ് അവിടെയുണ്ട്. ഇപ്പോൾ നമുക്ക് വളരെ ദൂരമായിട്ട് ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് സ്റ്റോണുകളെ തരംതിരിച്ച് മാറ്റിയിടുന്ന നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും പല ഭാഗത്തു നിന്നുള്ള വീഡിയോ ഷൂട്ടിലൂടെ നമുക്ക് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് വളരെ സ്പീഡായിട്ടാണ് നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ MSC അയർണയ്ക്കൊപ്പം പോർട്ടിൽ നടക്കുന്ന അഡീഷണൽ വർക്കുകൾ വിശേഷങ്ങളുമാണ് നമ്മുടെ ഈ ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഏരിയ നമുക്ക് എത്രത്തോളമാണ് ഫ്രീ ആയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗത്താണ് നാച്ചുറൽ സ്റ്റോണുകൾ കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോർട്ട് ഓഫീസ് ബിൽഡിംഗ് അല്ലെങ്കിൽ PO ബിൽഡിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കപ്പലിൻ്റെ അടുത്തേക്ക് വരാം. ഇതാണ് നമ്മുടെ കപ്പലും യാർഡ് പോർഷനും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.